Hello friends, welcome to our channel Naomi and Nirved vlog. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ജയന്തിയാണ്, അഷ്ടമി രോഹിണി. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരമായപ്പോൾ ഞാനും ബേബിക്കുട്ടിയും പ്രേമേശിയും കൂടിയിട്ട് അടുത്ത വീട്ടിലെ കേട്ടോ ചേച്ചിയും കൂടിയിട്ട് അമ്പലത്തിൻ്റെ അവിടേക്ക് പോകുന്ന വീഡിയോ ആണ്. അപ്പോൾ അവിടെ ഘോഷയാത്രയൊക്കെ ഉണ്ട്. ഞങ്ങൾ വേഷമൊന്നും കെട്ടിയില്ല. അതെ, ഞങ്ങൾക്ക് അത് പറ്റിയില്ല. ഞങ്ങൾ പെട്ടെന്നല്ലേ അടുത്തുള്ള ഞങ്ങൾ ഒന്ന് പരീക്ഷിക്കുന്നുണ്ട് അല്ലേ. വേദുവിനെ പിന്നെ പിടിക്കാനും ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ബേബിക്കുട്ടി വേദുവിനെ എടുക്കുക കേട്ടോ. ഇപ്പോൾ പറയാമോ ഒച്ച വരുന്ന പോലെ വരണമെന്ന്, ആമ വരുന്ന പോലെ വരേണ്ട പറഞ്ഞിട്ട് അവൾ എടുത്ത് ഞാൻ പറഞ്ഞു എടുക്കണ്ട, ഞാൻ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് വീഡിയോ എടുക്കാൻ വയ്യ. അപ്പം എന്നാൽ അവൾ എടുക്കാൻ പറഞ്ഞിട്ട് അവൾ നന്നായി നോക്കൂട്ടോ അവനെ. പിന്നെ ഞങ്ങൾ എത്തിയപ്പോൾ ഞങ്ങൾ കറക്റ്റ് ടൈമിൽ എത്തി കേട്ടോ. കുട്ടികളൊക്കെ അവിടെ എത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയ കുട്ടികളും വലിയ കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു വേഷം കെട്ടിയിട്ട്. ഇതാണ് അമ്പലം. ഞങ്ങൾ ഇന്നലെ പോയിരുന്നല്ലോ, ഷോർട്സിൽ ഇട്ടുണ്ടായിരുന്നു. ആ അമ്പലത്തിൽ തന്നെയാട്ടോ, അയ്യപ്പൻകാവ് എന്നാണ്. അവിടുന്ന് പുല്ലാണിക്കാവ് അമ്പലത്തേക്കാണ് പോണത് ഘോഷയാത്ര. അതാ അപ്പോൾ അവിടെ തന്നെ രാധന്മാരും കൃഷ്ണ ഉണ്ണിക്കണ്ണന്മാരും ഒക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. നല്ല രസമാണ് കാണാൻ. അതൊക്കെ വന്നു. കുട്ടികളെല്ലാവരും വേഷം കെട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല രസമായിരുന്നു കാണാൻ. അപ്പോൾ ബേബി വേദു ഇങ്ങനെ കൗതുകത്തോട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്ത കൊല്ലം ബേബിനെ ഇത് അതുപോലെ ആക്കണം. അപ്പോൾ നമ്മുടെ പാട്ടുള്ള വണ്ടിയൊക്കെ വന്നിട്ട് പാട്ടൊക്കെ ഉണ്ടായില്ല. പക്ഷെ നമുക്ക് പാട്ട് ഇതിൽ വെക്കാൻ പറ്റില്ല, അപ്പോൾ കോപ്പറേറ്റ് കിട്ടും, അതുകൊണ്ട് ഒരു പാട്ട് വെച്ചില്ല. അതെ, അപ്പോൾ ഒരു കാറിൽ നിന്ന് രണ്ട് ചെറിയ കുട്ടികൾ ഇറങ്ങണ കണ്ട് നോക്കുമ്പോൾ അവർ ട്വിങ്സ് ആണ്. അപ്പോൾ വെറുതെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അവർ രണ്ടുപേരും ഒരേ ഉണ്ണിക്കണ്ണന്മാരായിട്ട് വന്നതാണ്. പെൺകുട്ടികളോ തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് കണ്ടപ്പോൾ രസം തോന്നിയപ്പെടുത്താം കേട്ടോ. ട്വിൻസിനെ കാണാൻ നല്ല രസമാണല്ലോ, നോക്കാൻ ബുദ്ധിമുട്ടാന്ന് കേട്ടിട്ടുണ്ട്, നമുക്കറിയില്ല. കാണാൻ നല്ല രസം തോന്നിയപ്പോൾ ഞാൻ വെറുതെ എടുത്തു എന്നേള്ളൂ കേട്ടോ വീഡിയോ. പിന്നെ ഓരോരോ കുട്ടികൾ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. എന്താ പ്രശ്നം വെച്ചാൽ നല്ല വെയിലായിരുന്നു. രാധന്മാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. നല്ല വെയിൽ പറഞ്ഞാൽ പൊരി വെയിലല്ലേ. ഞാൻ അങ്ങനെ പറഞ്ഞായിരുന്നു കുട്ടികളുടെ മേക്കപ്പൊക്കെ ഇളകി പോകുമെന്ന്. അത്രയും വെയിലായിരുന്നു. കാരണം അത്ര വെയിൽ പറഞ്ഞാൽ അത്ര വെയിൽ. മഴയായാലും ബുദ്ധിമുട്ടാണ്. വരുന്നു നമ്മുടെ കൃഷ്ണൻ ആൻഡ് രാധാകൃഷ്ണൻ. നല്ല രസമുണ്ട് നമ്മുടെ കൃഷ്ണനെ കാണാം അല്ലേ. നല്ല പെൺകുട്ടി, നല്ല ഭംഗിയുള്ള പെൺകുട്ടി കേട്ടോ. എല്ലാവരും നല്ല രസമുണ്ട്. കാരണം കൃഷ്ണനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. അതെ, നല്ല സുന്ദരി കുട്ടിയായിരുന്നു. നമുക്ക് അറിയില്ല ആരാന്നൊന്നും. അപ്പോൾ അവരൊക്കെ വേഷം കെട്ടി വന്നു, എവിടെയും അറിയില്ല. അപ്പോൾ ഇവർ ട്വിൻസിൻ്റെ ഫോട്ടോ ആരോ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇതാ അങ്ങനെ കൃഷ്ണൻ്റെ രാധയുടെയൊക്കെ ഞാൻ ഫോട്ടോസ് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് തന്നെ. അപ്പോൾ കൃഷ്ണന് ഭയങ്കര ഡിമാൻഡായിരുന്നു. എല്ലാവരുടെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ വിളിക്കായിരുന്നു. അപ്പോൾ അപ്പൂപ്പൻ പറയായിരുന്നു നല്ല രസമുണ്ട് കാണാൻ. അതായിരുന്നു കേട്ടോ അപ്പൂപ്പൻ പറഞ്ഞത് ആ കുട്ടിയോട്, ഞാൻ കേട്ടു. അപ്പോൾ നമ്മുടെ കൃഷ്ണന് നല്ല ഡിമാൻഡായിരുന്നു, ഫോട്ടോ എടുക്കുമായിരുന്നു. പിന്നെ ഇതാ ആൾ വന്നു, ആര്, കുചേലൻ എന്നല്ലേ പറഞ്ഞ്. കുചേലൻ വന്നു. അപ്പോൾ കുട്ടി അവിടെ നോക്കി അവരുടെ ഫ്രണ്ട്സിനോട് നോക്കി ചിരിക്കുന്നുണ്ട്. ആ കുട്ടിക്ക് പിന്നെ മറക്കാനൊരു സാധനം ഉള്ളതുകൊണ്ട് വെയിൽ കൊള്ളില്ല, അങ്ങനെ ഒരു ഗുണുണ്ട്. അതെ, അപ്പോൾ അതാ കണ്ടോ നല്ല വെയിലാണ്. കുട്ടികളൊക്കെ ആകെ ക്ഷണിച്ചു. 4 മണിക്ക് അമ്പലത്തിൽ നിന്ന് പുറപ്പെടുന്നാണ് പറഞ്ഞത്. പക്ഷെ 4 മണിയൊന്നല്ല, 5 മണിയായി തോന്നുന്നുണ്ട് അല്ലേ. 5 മണിയൊക്കെ ആയി. ഇതാ വരുന്നു വേറൊരു കൃഷ്ണൻ. അതെങ്ങനെയാ എനിക്കറിയാ. ആയിക്കോട്ടെ. അപ്പം അതാ വേറൊരു കൃഷ്ണനും വേറൊരു രാധയൊക്കെ വന്നു. പിന്നെ ഈ കുട്ടിയോടെ കണ്ടപ്പോൾ ബേബി ഇങ്ങനെ ഭയങ്കരമായിട്ട് കൊഞ്ചിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ബേബീനെ അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടികൾ വേദുവിനെ കണ്ടപ്പോൾ നല്ല കൗതുകം തോന്നുന്നുണ്ട്. അപ്പോൾ വേദു ഇങ്ങനെ നോക്കുമായിരുന്നു ആ കുട്ടീനെ. അവരിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു അല്ലേ, എന്തൊക്കെയോ പറഞ്ഞിരുന്നു. പിന്നെ നമ്മുടെ കൃഷ്ണനും രാധയൊക്കെ കൂടിയിട്ടുള്ള ഫോട്ടോസ് സെക്ഷൻ ആയിരുന്നു. പിന്നെ അവിടെ അമ്പലത്തിൻ്റെ അവിടേക്ക് ചെന്നിട്ട് ഭാരവാഹികൾ പറയായിരുന്നു കുട്ടികളുടെ കൂടെ നിൽക്കണം പാരൻസൊക്കെ, കാരണം ചെറിയ കുട്ടികളാണ് ചിലതൊക്കെ. അപ്പോൾ അവരെ ശ്രദ്ധിക്കണമല്ലോ, അവരുടെ കൂടെ തന്നെ ഉണ്ടാവണം എന്നൊക്കെ പാരൻസിനോട് പറയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് വേഷം കെട്ടാനൊരു അവസരം കിട്ടിയിട്ടില്ല. അടുത്ത കൊല്ലം യോഗ ഉണ്ടെങ്കിൽ വേഷം കെട്ടണം അല്ലേ. അതെ വേഷം കെട്ടണം. അപ്പോൾ അതാ രാധയും കൃഷ്ണനും കുട്ടികളും എല്ലാ കൃഷ്ണന്മാരും എല്ലാ രാധന്മാരും അവിടെ പുറത്തേക്ക് പോകാൻ നിൽക്കട്ടെ. അപ്പം ഞാൻ വിചാരിച്ചു ഇവർ പോവാന്ന്. പക്ഷെ അവരുടെ അതിമനോഹരമായ നൃത്യങ്ങൾ നിങ്ങൾക്ക് കാണാം. നല്ല അടിപൊളി ഡാൻസുകൾ കളിച്ചു അല്ലേ, നല്ല രസമുണ്ടായിരുന്നു കാണാനായി. ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഓടിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ ചില ഡാൻസുകൾ, ലെങ്ത്ത് കൂടിയതായതുകൊണ്ട്. അപ്പോൾ അതാ അതിൻ്റെ ഇടയിൽ എൻ്റെ കുട്ടികൾ 2 പേരും അതാ പെട്ടിരിക്കുന്നു ഗൈസ്. അതാണ് ഞാൻ അവനെടുത്തു. പിന്നെ ഇതാ എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നു. പിന്നെ അവരവിടെ കളിക്കാൻ പോയിട്ട് അപ്പോഴാണ് ഞാൻ പറഞ്ഞു ബേബി ഓടി വാ, അവിടെ കളിക്കുന്നുണ്ട് പറഞ്ഞു കേട്ടോ കുട്ടികൾ. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്
നല്ല രസമുള്ളൊരു ദിവസമായിരുന്നു. നമ്മുടെ കുചേലം കണ്ടോ വയ്യാർത്ത് കുളിച്ചിട്ടാണ് വരുന്നത്. രാധമാർക്കൊക്കെ വയ്യാതെയായി, കൃഷ്ണനോ തളർന്നു. കൃഷ്ണനും രാധയൊക്കെ ഒരു സ്ഥലത്ത് പിന്നെ ഇരിപ്പായി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പോയി കേട്ടോ, മെല്ലെ നടന്നു പോയി. വെയിലാവുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഇതാണ്, മഴ പെയ്താൽ അതിനെക്കാറ്റും ബുദ്ധിമുട്ടാണ്. പക്ഷെ വെയിൽ കാരണം കണ്ടോ എല്ലാവരും മുഖമൊക്കെ മറച്ചിട്ട് ഓടുകയാണ്, തണല് നോക്കി ഓടുകയാണ് എല്ലാവരും. ഞാൻ ആദ്യം എന്താ ഇവിടെ എല്ലാരും കൂടിയിരിക്കുന്നതെന്ന് വിചാരിച്ചു. പിന്നെ അവരൊക്കെ കൂടിയിട്ട് അവിടെ മാറി നിന്നിട്ട് ഡാൻസ് കളിക്കാൻ നിന്നിട്ട് ആ വീഡിയോ എടുത്തിട്ടുണ്ട്. ആ വണ്ടികളൊക്കെ മാറ്റിയിട്ട് പിന്നെ അവര് കുറെ ഡാൻസ് ഒക്കെ കളിച്ചു. ഏതൊക്കെ പാട്ടാണ്? ഭജന നന്ദഗോപാല ഹരേ ആ പാട്ടുണ്ടായിരുന്നു. പിന്നെ കൃഷ്ണ കൃഷ്ണ ആ പാട്ടുണ്ടായിരുന്നു. ഇല്ല അതുണ്ടായിരുന്നില്ല. പിന്നെ എന്തൊക്കെയോ പാട്ടുണ്ടായിരുന്നു. രസം കണ്ണ കണ്ണ എന്നൊക്കെ പഠിച്ചിട്ട് എന്തൊക്കെയോ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അല്ല വണ്ടികൾ മാറ്റി കൊടുക്കുക. ഇതാ നല്ല രസം ഉണ്ടായിരുന്നു. ഡാൻസ് പഠിക്കുന്ന കുട്ടികളാതുകൊണ്ട് കേട്ടോ. അതാണ് അടിപൊളിയായിട്ട് കളിച്ചു എല്ലാവരും. നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. കൃഷ്ണനാണെങ്കിലോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പാട്ട് ഇപ്പം എനിക്ക് ഓർമ്മയില്ല, കാരണം നമ്മൾ പാട്ട് ഇതിൽ ഉൾപ്പെടുത്തുന്നില്ലല്ലോ. കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ട് ഞാൻ പാട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. അത് കാരണമാണ് ഇങ്ങനെ കാണുന്നത്. നിങ്ങൾക്ക് അവരുടെ നൃത്യങ്ങൾ കുറച്ച് കാണാം. അതെ, കണ്ടോളൂ. ആ കൃഷ്ണന്റെ ഡാൻസ് ഉണ്ട് നിങ്ങൾ, എന്ത് രസാലേ. കൃഷ്ണൻ എന്നല്ല എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ആരാന്നൊന്നും പറയാനില്ല, അത്രയും നന്നായിരുന്നു. ഇത് ബേബി കുട്ടിയെടുത്ത വീഡിയോ ഞാൻ ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ട് എടുക്കാൻ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അടുത്ത കൊല്ലം ബേബീനെയും വേദുവിനെയും വേഷം കെട്ടിക്കണം എന്നുണ്ട് എനിക്ക്. പക്ഷെ വേദു ആയതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റില്ല. ചെറിയ കുട്ടികളൊന്നും അങ്ങനെ വേഷം കെട്ടി വന്നിട്ടില്ല കേട്ടോ പോവാൻ. ഇങ്ങനെ ജസ്റ്റ് ഫോട്ടോക്കൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടേ വന്നിട്ടുള്ളൂ. അല്ലാണ്ട് ഇതപ്പം അത്രയും നടക്കാത്ത പ്രായം, അതുപോലെ തന്നെ കുറച്ച് പറഞ്ഞാൽ അറിയണ പ്രായമായാൽ നമുക്ക് കുഴപ്പമില്ല അവരെന്നെ കൊണ്ടുപോകാൻ. അവർ പറഞ്ഞാൽ കേൾക്കുകയും ചെയ്യും. പിന്നെ ഇങ്ങനെ ഈ വെയിലൊക്കെ ആകുമ്പോൾ കുട്ടികൾ തളരുക ചെയ്യുന്നത്. തണലാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇതിപ്പോൾ കാലാവസ്ഥ അങ്ങനെയാണല്ലോ, എപ്പോൾ മഴ പെയ്യുമെന്നോ എപ്പോൾ വെയിലാണെന്നോ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. കൃഷ്ണൻ ഓടുന്നുണ്ട്, അത് ഞാൻ ഓടിച്ചു വിട്ടത്. അതാണ് കൃഷ്ണൻ നടന്ന് ഓടുന്നത്. അതെ, കാരണം കുറെ ലെങ്ത് വേണ്ട വെച്ചിട്ട് ഞാൻ കുറെ സ്പീഡ് കൂട്ടിയിട്ടോ. നല്ല പെർഫോമൻസ് ആയിരുന്നു അവരുടെ. അങ്ങനെ ഡാൻസിനാണ് അവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇന്ന് എല്ലാ അമ്പലത്തിലും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എൻ്റെ അമ്മയൊക്കെ കറുകപ്പത്തൂർ അമ്പലത്തിൽ പോയി. അവിടെയും കുട്ടികളുടെ ഡാൻസും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, കണ്ടു എന്ന് പറഞ്ഞു. ഞങ്ങളുടെ മേഴത്തൂരുള്ള അമ്പലത്തിലും പോയി, അതൊക്കെ കണ്ടു. നല്ല രസമായിരുന്നു ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ. വേദുവിനൊക്കെ നല്ല ഇഷ്ടമായി, ബേബിക്ക് അത് ഇഷ്ടമായി. ബേബിക്ക് ഇത് കണ്ടപ്പോൾ ആഗ്രഹം തോന്നിയിട്ടു ഇങ്ങനെ വേഷം കെട്ടണമെന്ന്. പക്ഷെ നമുക്ക് ഇങ്ങനെ ഇപ്പം ഇങ്ങനെ പെട്ടെന്നൊന്നും നമുക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ, മുൻകൂട്ടി പറയണം അവരോട്. അപ്പം അടുത്ത കൊല്ലം നോക്കട്ടെ, പറ്റിച്ച ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. പറ്റിച്ച ഞങ്ങൾ അടുത്ത കൊല്ലം വേഷം കെട്ടണമെന്നുണ്ട്. അത് എങ്ങനെയാണ് ഏതാന്നൊക്കെ ചോദിച്ചിട്ട് വേണം. ഇനിയിപ്പോൾ ഡാൻസിനുള്ള കുട്ടികളാണോ ഇത് ഡാൻസ് പഠിക്കുന്ന കുട്ടികളോ തോന്നുന്നത്, അതോ ഇതിന് വേണ്ടി പഠിച്ച കുട്ടികളാണോ എന്ന് നമുക്കറിയില്ല. ആരാ കുട്ടികളൊന്നും പോലും നമുക്കറിയില്ല, എവിടെ അടുത്തുള്ളവരാവും. പിന്നെ അവർ ഡാൻസ് കളിച്ചിട്ട് പിന്നെ അവർ ഘോഷയാത്രയായിട്ട് പോയത് പുല്ലാണിക്കാവ് അമ്പലമാണ്. കുറച്ച് തോനെ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. ഞങ്ങൾ പിന്നെ അങ്ങോട്ടൊന്നും പോയില്ല കേട്ടോ. അതാ അവർ ഇറങ്ങാൻ നിന്നു. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു കേട്ടോ. ഞങ്ങൾ ഇപ്പുറത്തെ സൈഡ് നിന്നു, കാരണം കുറേ നേരമായില്ല അവർ ഇറങ്ങാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളും ഇങ്ങോട്ട് പോന്നു. പിന്നെ അവർ ഘോഷയാത്രയും പാട്ടൊക്കെ ആയിട്ട് എല്ലാവരും ഇങ്ങനെ നടന്നു പോയി. നല്ല രസമാണെന്നൊക്കെ പറയുന്നത് കേട്ടു. പിന്നെ വന്നവർ കേട്ടോ, അതിൻ്റെ കൂടെ പോയവർ. പിന്നെ അവരിതങ്ങനെ നടക്കാൻ തുടങ്ങി. കുറേ വെള്ളം കുപ്പികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അവർ, കാരണം ദാഹിക്കുമല്ലോ. കാരണം ആ മാതിരി പൊരിഞ്ഞ വെയിലാണ്. ഇതൊക്കെ വയർത്ത് കുളിച്ചു, ചൊകന്നു മുഖമൊക്കെ, അത്ര വെയിലായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് ഒരു ആശ്വാസമായി. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴാണ് അവനെ സമാധാനമായി. ഞാൻ വേഗം ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അപ്പം അവനെ സമാധാനമായി. പിന്നെ ചായ എന്ന് പേര് കേട്ടാൽ മതി. അതെ, അത് ഞങ്ങൾക്കറിയാലോ ഒരു ചായ ഇഷ്ടമുള്ള കുട്ടിയാണെന്ന്. ചായ സ്നേഹിയാണ്. അതെ, വേദുങ്ങനെ ബേബിയുടെ ഒക്കെ തന്നെയായിരുന്നു. ചേച്ചി സ്നേഹിയാണ് അവൻ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയാൻ അഷ്ടമി രോഹിണി, അതെ അഷ്ടമി രോഹിണിയുള്ള ദിവസത്തെ ഒരു പരിപാടി കാണിക്കലായിരുന്നു. കുറച്ച് ദിവസമായി ഞങ്ങൾ വീഡിയോ ഇട്ടിട്ട്, ലോങ് വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, അടുത്ത ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. അതെ, ഇനി നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക. അപ്പോൾ ഗൈസ് ബൈ, ഹാവ് എ നൈസ് ഡേ.